നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കം, ലോകത്തെ എല്ലാ മനുഷ്യരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്ന ഒരു മഹാസംഭവം, അതാണ് ഫിഫ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായൊരു റെക്കോർഡാണ് ലയണൽ മെസ്സി ഇട്ടിരിക്കുന്നത്. പെലെയും മറഡോണയും അടക്കം ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ള എല്ലാ ഫുട്ബോൾ മാന്ത്രികരെയും തോൽപ്പിച്ചുകൊണ്ട് ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമായി മെസ്സി മാറിയിരിക്കുന്നു. ഇന്നലെ ഓസ്ട്രിയക്കെതിരെ നടന്ന മത്സരത്തിൽ 38ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ചരിത്രം പിറന്നത്. ഇന്നലെ ഈ മത്സരം നടക്കുന്നതുവരെ ജർമ്മനിയുടെ മിറാസവ് ക്ലോസോയുടെ 16 ഗോളായിരുന്നു ലോകകപ്പിലെ ഏറ്റവും വലിയ റെക്കോർഡ്. അത് ഇന്നലെ ഓസ്ട്രിയക്കെതിരെയുള്ള മത്സരത്തിന്റെ 38ാമത്തെ മിനിറ്റിൽ 17 ഗോളാക്കി മാറ്റിയാണ് മെസ്സി ലോക ചരിത്രം ആദ്യം കുറിച്ചത്. ഏറെ വൈകാതെ അതേ കളിയിൽ തന്നെ മെസ്സി വീണ്ടും തൻ്റെ റെക്കോർഡ് മാറ്റി എഴുതി. രണ്ടാം പാതിയിലെ ഇഞ്ചറി ടൈമിൽ 2ാം ഗോളും മെസ്സി വീഴ്ത്തിയതോടെ അർജന്റീന നോക്കൌട്ട് റൗണ്ടിൽ എത്തുക മാത്രമല്ല, ലോകകപ്പ് ഫുട്ബോളിൽ 18 ഗോൾ നേടുന്ന ആദ്യ കളിക്കാരനായി മെസ്സി മാറുകയും ചെയ്തു. വനിതാ ഫുട്ബോളിൽ 17 ഗോൾ നേടിയ മാർത്തയുടെ റെക്കോർഡും ഇതോടുകൂടി മറികടന്നിരിക്കുകയാണ് മെസ്സി. 6ാം മിനിറ്റിൽ പെനാൽറ്റി കിക്ക് പാഴാക്കി ബാക്കി കളിക്കാരെ പോലൊക്കെ തന്നെയാണ് മെസ്സിയും എന്ന് നിരാശയോടെ സ്റ്റേഡിയത്തെ ഓർമ്മിപ്പിച്ചതിന് ശേഷമായിരുന്നു 38ാം മിനിറ്റിൽ മനോഹരമായ ഇടംകാൽ ഷോട്ടിലൂടെ ചരിത്രത്തിലേക്ക് മെസ്സി കടന്നു കയറിയത്. ഫുട്ബോൾ ചരിത്രത്തിൽ പെലെയുടെയും മറഡോണയുടെയും റൊണാൾഡോയുടെയും ഒക്കെ മുകളിൽ 1ാം സ്ഥാനത്ത് എത്രയോ കാലം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ആളാണ് മെസ്സി എന്ന ആവേശ താരം. എന്നാൽ ഈ ആവേശം എത്ര കാലം ബാക്കിയുണ്ടാവും? അതാണ് ഈ ലോകകപ്പ് ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലേക്ക് ഓടിക്കയറി ആ റെക്കോർഡ് വീണ്ടും തിരുത്തി കിട്ടും. ആവേശം കൊള്ളാൻ അധികമൊന്നും മെസ്സിക്ക് ബാക്കിയുണ്ടാവില്ല എന്ന സൂചന കൂടി ഈ ലോകകപ്പ് നൽകി. ഇന്ന് വെളുപ്പിന് നടന്നത് മെസ്സിയെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു ചരിത്രത്തിലേക്കുള്ള വെടിക്കെട്ടായിരുന്നു. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിലെ ഇടിവെട്ടി പെയ്ത മഴയെ തോൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ കീലിയൻ എംബാപ്പെ മെസ്സിയുടെ റെക്കോർഡിന് അടുത്തേക്ക് വീണ്ടും കുതിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, മെസ്സിയുടെ അത്യപൂർവമായ ലോക റെക്കോർഡിന് അധികം ആയുസ്സുണ്ടാവില്ല. അത് ഈ ലോകകപ്പിൽ തന്നെ സംഭവിക്കുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ മെസ്സിയുടെ അത്യപൂർവമായ ചരിത്ര നേട്ടം എംബാപ്പെ സ്വന്തമാക്കുമെന്ന് തീർച്ച. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിലെ ഇടിവെട്ടുന്ന മഴയിൽ ഇറാഖിനെ അഗ്നിഗോളമാക്കി മാറ്റുകയായിരുന്നു ഫ്രഞ്ച് പട. ഇടുത്തി പോലെ ഫ്രഞ്ച് ടീം വല ചലിപ്പിച്ചത് 3 തവണ. 14ാം മിനിറ്റിലും 54ാം മിനിറ്റിലും 66ാമത്തെ മിനിറ്റിലും. 14ാം മിനിറ്റിൽ ബോക്സിന്റെ പുറത്തുനിന്ന് പോസ്റ്റിന്റെ വലതുവശം ലക്ഷ്യമാക്കി എംബാപ്പെ കിക്ക് ചെയ്തപ്പോൾ പ്രതിരോധ വലയെ കടന്ന് ആദ്യ ഗോൾ വീണപ്പോൾ സ്റ്റേഡിയം ആർപ്പ് വിളിച്ചു. 30ാം മിനിറ്റിൽ ഹാഫ് ടൈമിന് മുമ്പ് ഇടിവെട്ടി മഴ പെയ്യുന്നു. ആ 30ാം മിനിറ്റ് പൂർത്തിയാക്കി കാത്തിരുന്നത് 2 മണിക്കൂർ. മഴ തോർന്നിറങ്ങിയപ്പോൾ പിന്നെ ഇറാഖിന് നിലം തൊടാൻ പോലും കഴിഞ്ഞില്ല. 54ാമത്തെ മിനിറ്റിൽ ഇറാഖ് ഗോൾ കീപ്പറുടെ പിഴവ് മൂലമാണ് എംബാപ്പയുടെ കാലുകളിലേക്ക് പാസ് ചെയ്ത് കിട്ടിയപ്പോൾ ഞൊടിയിടയിൽ ഗോളാക്കി മാറ്റിയത്. അർജന്റീനയെ മെസ്സി നോക്കൌട്ട് റൗണ്ടിൽ എത്തിച്ചതുപോലെ ഫ്രാൻസിനെ എംബാപ്പയും നോക്കൌട്ട് റൗണ്ടിലേക്ക് അനായാസം എടുത്തുയർത്തി. ഇതോടുകൂടി എംബാപ്പയുടെ ആകെ ഗോൾ 16ആയി മാറി. മെസ്സിയും എംബാപ്പയും തമ്മിലുള്ള ഗോൾ വ്യത്യാസം 2 മാത്രം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 3 ലോകകപ്പുകൾ, 15 ലോകകപ്പ് മത്സരങ്ങൾ, ഇവയിൽ നിന്നാണ് എംബാപ്പെ 16 ഗോൾ നേടുന്നത്. മെസ്സിക്ക് 18 ഗോൾ നേടാൻ 6 ലോകകപ്പുകളും 28 മത്സരങ്ങളും വേണ്ടി വന്നു. ഒരു കാര്യം കൂടി ഓർക്കണം, മെസ്സിക്ക് വയസ്സ് 38 പിന്നിട്ടപ്പോൾ വെറും 27 വയസ്സ് മാത്രമാണ് എംബാപ്പയുടെ പ്രായം. എംബാപ്പ മെസ്സിയേക്കാൾ 11 വയസ്സ് ഇളപ്പമാണ്. ഇനി ഒരു ലോകകപ്പ് കൂടി കളിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ എംബാപ്പയുടെ മുമ്പിൽ കുറഞ്ഞത് 2 ലോകകപ്പുകൾ കൂടിയെങ്കിലും ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അനന്തരഫലമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, മെസ്സിയുടെ ഈ ആഹ്ലാദം തൽക്കാലത്തേക്കുള്ളതാണ്. ഇതുവരെ നമ്മൾ കണ്ട ഏറ്റവും വലിയ മാന്ത്രികൻ മെസ്സി ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന മഹാമാന്ത്രികൻ എംബാപ്പെ ആയിരിക്കും. ലോക ഫുട്ബോളിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവായി എംബാപ്പെ കുതിക്കുകയാണ്. മെസ്സിയുടെ റെക്കോർഡുകൾക്ക് അധികം ആയുസ്സുണ്ടായെന്ന് വരില്ല. ഈ ലോകകപ്പിൽ തന്നെ ഒരുപക്ഷെ എംബാപ്പെ മെസ്സിയെ മറികടന്നാൽ പോലും അതിശയിക്കേണ്ടി വരില്ല. അതിന് സാധിച്ചില്ലെങ്കിലും അടുത്ത തവണ അതുറപ്പ്. പിന്നെയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എംബാപ്പയുടെ മുമ്പിൽ അവസരങ്ങൾ. ലോക ഫുട്ബോളിൻ്റെ മിശിഹായുടെ കിരീടം മെസ്സിയുടെ തലയിൽ അധികകാലം ഉണ്ടാവില്ല എന്ന് തീർച്ച. ഈ ലോകകപ്പോടെ മെസ്സി ചരിത്രത്തിലേക്ക് മടങ്ങുമ്പോൾ ആരാധകർ ആർപ്പുവിളിയോടെ പിന്നെ അവരുടെ ദൈവമായി തിരഞ്ഞെടുക്കുന്നത് എംബാപ്പയാവും. പിന്നീട് എംബാപ്പയുടെ യുഗമാണ്. ഇനി വരാൻ പോകുന്ന ഒരു പതിറ്റാണ്ടെങ്കിലും എംബാപ്പെ ആയിരിക്കും ലോക ഫുട്ബോൾ ആരാധകരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അതേ ചരിത്രത്തിലേക്ക്
ആവേശത്തോടെ കടന്നുപോയ മെസ്സിക്ക് ആ അപൂർവ കിരീടം അധികകാലം നിലനിർത്താൻ കഴിയില്ല എന്നത് നിരാശാജനകം തന്നെയാണ്.